12 വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. മത്തായി സുവിശേഷം 4 അതിൻ്റെ 12 വാക്യം ഒരാളിന് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിക്കാമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ തടവിലായി എന്നു കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് അങ്ങയുടെ മുമ്പിൽ കടന്നു വരുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമാറാകണമേ. കർത്താവെ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം എവിടെയെല്ലാം മുഴങ്ങുന്നുവോ അവിടെയൊക്കെ ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകണം. ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് തന്നെ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുമാറാകണം. പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു, അടിയങ്ങളെ ഏൽപ്പിക്കുന്നു, അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ട തിരുവെഴുത്ത് വളരെ വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള അനേക അഭിഷക്തന്മാർ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു വേദാംശമാണ് മത്തായി സുവിശേഷം 4 അതിൻ്റെ 12 വാക്യം. ഞാനും അനേക പ്രാവശ്യങ്ങളിൽ അനേക സഭകളിൽ മീറ്റിങ്ങിനൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ഒരു അധ്യായമാണ്, ഒരു വാക്യമാണ്. അങ്ങനെയെങ്കിൽ ഇത് ഈ അധ്യായത്തിനകത്ത് 12 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആത്മീക ദൂതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ തടവിലായി. അതോടെ ശുശ്രൂഷ തീർന്നു എന്ന് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിനകത്ത് ശ്രുതി മുഴങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണ് യോഹന്നാൻ തടവിലായെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 14 അതിൻ്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ എങ്ങനെയാണ് തടവിലായത് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. 14 സ്തോത്രം. അതിൻ്റെ 4 വേദാംശത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. വായിച്ചാട്ടെ. യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു. എന്താണെന്നറിയാമോ യോഹന്നാൻ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവൻ്റെ സ്വന്തമല്ല, അവനെ അയച്ച ദൈവത്തിൻ്റെ ശബ്ദമാണ് യോഹന്നാൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളുടെ വായിൽ നിന്നൊരു വാക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശബ്ദമായി തന്നെ വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ശത്രു എണീക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ശത്രു എണീക്കുന്നത് അപ്പോഴാണ്. നമുക്ക് ഈ 4 പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വായിച്ച വാക്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. ഒന്ന്, യേശു സ്നാനമേറ്റമുടൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉടൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ശ്രദ്ധിക്കണം. ഒരു ദിവസമല്ല നടത്തിയത്, 2 ദിവസമല്ല, 40 രാവും 40 പകലും. ഹല്ലേലൂയ. അപ്പോൾ സ്നാനപ്പെട്ട ശേഷം വ്യക്തമായി ലൂക്കായുടെ സുവിശേഷം 4 നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, വ്യക്തമായി കാണാൻ കഴിയുന്നു, യേശു കർത്താവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് 1 ദിവസമോ 2 ദിവസമോ അല്ല, 40 ദിവസമാണ്. സ്തോത്രം. എന്തിനു വേണ്ടി എന്നറിയാമോ? ശുശ്രൂഷ ഏറ്റെടുക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ തടവിലാകുന്നതിന് തൊട്ട് മുൻപേ വരെ യേശു പരീക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി യേശു കർത്താവ് ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപേ വരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ യേശു കർത്താവ് പരീക്ഷകനോട് കൂടെ 1-2 ദിവസമല്ല പാർത്തത്, 40 ദിവസമാണ്. ഹല്ലേലൂയ. 1-2 ദിവസമാണെങ്കിൽ പ്രശ്നമല്ല, അല്ലേ? പരീക്ഷകന്റെ കൂടെ ആർക്കെങ്കിലും പാർക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുറത്തൊന്നും പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമകത്തായിരിക്കും. അകത്താണ് പരീക്ഷകൻ. പ്രാർത്ഥനയെ തടയുന്ന, ആരാധനയെ തടയുന്ന, ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ അനുവദിക്കാതെ പരീക്ഷകനെ അകത്തൊന്ന് ശത്രു എണീപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കൂ, ഉൽപ്പത്തി പുസ്തകം മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ പരീക്ഷകൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിയിലല്ല, പരീക്ഷകൻ അകത്ത് തന്നെ.
അബ്രഹാമിന്റെ ഭാര്യ സാറയിൽ പരീക്ഷകൻ കടന്നു. ആമേൻ. ദാസിയുടെ അടുത്ത് ചെന്ന് ഇസ്മായേലിന് ജന്മം കൊടുത്തപ്പോൾ പരീക്ഷകന്റെ തനിനിറം പുറത്തു വന്നു. അപ്പൊ പരീക്ഷകൻ അവിടെ പുറത്താണോ അകത്താണോ? അകത്ത് തന്നെ. നോഹയുടെ കാലഘട്ടം നിങ്ങൾ പഠിച്ചു നോക്കൂ. പരീക്ഷകൻ എവിടെയാണ്? പരീക്ഷകൻ അകത്ത് തന്നെ. നിങ്ങൾ ആദമിന്റെ ഹവ്വയുടെ കാലഘട്ടം പഠിച്ചു നോക്കൂ. പരീക്ഷകൻ പുറത്താണോ? ഇല്ല, പരീക്ഷകൻ അകത്താണ്. അങ്ങനെയെങ്കിൽ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: പരീക്ഷകൻ പുറത്തല്ല, പരീക്ഷകൻ അകത്തത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വളരെ ഭയത്തോടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ആമേൻ. സ്തോത്രം. അനേകർക്ക് ലഭിച്ച കൃപകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. അതിന്റെ പരമപ്രധാനമായ കാര്യം ഇതാണ്: കൂട്ടായ്മകളില്ല. ആമേൻ. വചനത്തിന്റെ ധ്യാനമില്ല, വചന കേൾവിയില്ല, ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. കേവലം ഞായറാഴ്ച മാത്രം ഒരു ആരാധനയിൽ കൂടി മുൻപിലോട്ട് പോകുന്ന ആയിരക്കണക്കിന് പേർ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ നോക്കൂ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. കാരണം ശുശ്രൂഷ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയുടെ നടുവിൽ നോക്കിക്കേ, 14-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹേരോദാവിന്റെ ഒരു പ്രൈസ് ദി ലോർഡ് ജന്മദിവസത്തിൽ എല്ലാ വർഷവും നല്ലവണ്ണം ആഘോഷിക്കുന്നതാണ് ഹേരോദാവ്. ഓരോ വർഷവും മകളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഹേരോദാവിന്റെ കുടുംബത്തിനകത്ത് എന്തൊക്കെ സംഭവിക്കുമോ അതിനെല്ലാം രാജാവല്ലേ, ആഘോഷങ്ങൾ ഉണ്ടാകും. തമ്പേറടി, താലപ്പുലി, കുത്തിയോട്ടം തുടങ്ങിയ നൃത്തങ്ങളും നൃത്തച്ചുവടുകളും കഥാപ്രസംഗങ്ങളും രക്തം കൊണ്ടുള്ള അമ്മാനമാട്ടവും ഒക്കെ എല്ലാ വർഷവും നടക്കും. തെറ്റ് കണ്ടില്ലെങ്കിലും തെറ്റ് ചാർത്തപ്പെട്ട് ഒരുത്തന്റെ തല അറുക്കപ്പെടണം. അത് ഹേരോദാവിന്റെ ഒരു ചിട്ടയായി മാറി തുടങ്ങി. അങ്ങനെ പ്രവാചകനായിരിക്കുന്ന, ദൈവത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത, ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന, പാലസ്തീന്റെ പെരുവണ്ണിൽ കൂടെയും സ്തോത്രം യോർദാന്റെ വൻകാട്ടിൽ കൂടെ പ്രസംഗിക്കുന്ന, അനേകരെ ജ്ഞാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അഭിഷക്തനായിരിക്കുന്ന, ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന, ദൈവത്തിന്റെ നാവായിരിക്കുന്ന യോഹന്നാന്റെ തലയെ അറുത്തു മാറ്റാൻ ഒരു നൃത്തച്ചുവട് അവിടെ ഉയർന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം. ആരെല്ലാം ശുശ്രൂഷ ഏറ്റെടുത്തിട്ടുണ്ടോ അവരുടെ പരിതാപകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തേതിൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അപവാദങ്ങളും നിന്ദകളും ദുഷികളും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലെങ്കിൽ പുസ്തകം പറയുന്നത് നീ ശുശ്രൂഷ ഏറ്റെടുത്തിട്ടില്ല. ഹല്ലേലൂയ. ശുശ്രൂഷ ആരേറ്റെടുത്തിട്ടുണ്ടോ അവർ ഒറ്റയ്ക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ അറിയും മുമ്പേ എൻ്റെ കൂടെ വലിയൊരു സന്നാഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ തിരുവെഴുത്തുകളെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, ആ കരസ്പർശം തലയിലേക്ക് വന്നപ്പോൾ, അഭിഷേക തൈലം വീണപ്പോൾ അതുമുതൽ ഒറ്റപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ആരൊക്കെ ദൈവം നിർത്തുമോ അവരെ എല്ലാം ദൈവം നല്ലവണ്ണം പരീക്ഷിച്ച് 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 മുൻപിലോട്ട് കൊണ്ടുവരുമെന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ പോയപ്പോൾ എല്ലാവരും വിചാരിച്ചു ആമേൻ ഇനിയിപ്പോ വലിയ ദൂരമൊന്നും കാണത്തില്ല, തീർന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നോക്കൂ, വായിച്ചേ 14-ാമത്തെ അധ്യായത്തിന്റെ 1, 2. ആമേൻ. സ്തോത്രം. 3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1, 2, 3. ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതു മതി. അപ്പൊ തലവെട്ടി മറ്റൊരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? ശത്രു എവിടെ പ്രവർത്തിച്ചെന്നറിയാമോ? ഉള്ളതുപോലെ
ഹേരോദാവിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരുത്തനെ ആ കാലഘട്ടങ്ങളിൽ ദൈവം അഭിഷേകം ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദോഷം പ്രവർത്തിച്ച് മുൻപിലോട്ട് കാൽച്ചുവട് വയ്ക്കുന്ന ഹേരോദാവിന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് കാര്യാദികൾ പറയാൻ യോഹന്നാൻ സ്നാപകന്റെ അധരത്തെ ദൈവം തുറന്നെങ്കിൽ ഇന്ന് രാത്രി ചില കാര്യങ്ങൾ സംസാരിപ്പാൻ ദൈവം നിന്റെ അധരത്തെ തുറക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്, ആമേൻ. പലപ്പോഴും ആമേൻ എന്ത് പറയണമെന്നറിയാതെ പലപ്പോഴും നമ്മൾ പതറി നിൽക്കുന്ന സമയത്തും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, നോയിക്കേ, അവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്ന വാക്ക് കേട്ടോ, അവൻ യോഹന്നാൻ സ്നാപകൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. നോയിക്കേ, ഏത് ശക്തിയാ വ്യാപരിക്കുന്നത്? മരിച്ചവന്റെ ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തിയാണോ അവൻ വ്യാപരിക്കുന്നത്? അവനിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എലിസബത്തിന്റെ കയ്യിൽ എപ്പോഴാണോ മറിയ കരം കൊടുത്തത്, അവരുടെ ഇടയിലുള്ള പിണക്കം മാറിയത്, അകത്ത് കിടക്കുന്ന പിള്ള തുള്ളിക്കളിച്ചു. ആ സമയത്ത് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, നിന്റെ കൈ എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ ഒന്ന് എൻ്റെ അകത്ത് പിള്ള തുള്ളിക്കളിച്ചു. അതിന്റെ അർത്ഥം ഇന്ന് മുതൽ നീ ഉരുവാക്കാൻ പോകുന്ന നിന്റെ ഉദരത്തിൽ കിടക്കുന്ന തലമുറയെ സ്നാനപ്പെടുത്താൻ എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് കഴിയുമെന്നൊരു ദൂത് അവിടെ വെളിപ്പെട്ടു. ശമനവരകതുനി വൈകിടകരാജകൽക്കനാദി. ഇന്ന് രാത്രി മനസ്സിലാക്കണം കേട്ടോ, പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കണം. ചില വേദനകൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ, യോഹന്നാന് വെറുതെ ഒന്നുമല്ല തലവെട്ടി മാറ്റിയത്. യോഹന്നാൻ ഉള്ളതുപോലെ ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ ഹേരോദാവ് നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ച് കെട്ടി തടവിലാക്കി. ഹല്ലേലൂയ. സത്യം പറയുന്നവനെ പിടിച്ച് തടവിലാക്കുന്ന, സത്യം പറയുന്നവനെ പിടിച്ച് തുറുങ്കിലടയ്ക്കുന്ന, സത്യം പറയുന്നവനെ കൽത്തുറുങ്കിലടച്ച് സൂര്യപ്രകാശം പോലും കാണാതെ നായ്ക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന പോലും അതിനേക്കാൾ ഹീനമായ നിലയിൽ സത്യം പറയുന്നവനെ പിടിച്ച് തുറുങ്കിലാക്കി വല്ലപ്പോഴും ഒരിക്കൽ ചെന്നായ്ക്കൾക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എറിഞ്ഞുകൊടുത്ത് ആമേൻ, സ്തോത്രം, യോഹന്നാനെ തുറുങ്കിനകത്ത് കയ്യും കാലും കെട്ടി അടച്ചു. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിന്റെ ആദരത്തിൽ വചനമെന്ന സത്യമുണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവം പറയുന്നത് പറയാൻ തയ്യാറാണോ? എങ്കിൽ ശ്രദ്ധിക്കൂ, ഇന്ന് രാത്രി ഭയത്തോടെ ആ ദൂത് ഏറ്റെടുക്ക്. ആമേൻ, പ്രൈസ്, ഭയത്തോടെ ഏറ്റെടുക്ക്. എങ്കിൽ നിനക്ക് ഇന്ന് രാത്രി മുതൽ തടവില. അയ്യോ പാസ്റ്റേ, എനിക്ക് വയ്യ, എനിക്ക് ഇന്ന് ഞാൻ തടവ് അനുഭവിച്ച അതിനകത്തിരിക്കുന്നേ, ഇന്ന് ഞാൻ ഇതിനകത്തിരിക്കുന്നതേ കരഞ്ഞുകൊണ്ടാ, ഇന്ന് ഞാൻ ഇരിക്കുന്നതേ തടവ് അനുഭവിച്ചുകൊണ്ടാ. ആ ദൈവവൈതലെ എന്നും തടവല്ല കേട്ടോ. ഒരുത്തൻ ഇറങ്ങാൻ പോകുന്നു. യോഹന്നാനെ, നിനക്ക് പകരമായി ഒരുത്തൻ വരുന്നുണ്ട്. ഉലകത്തെ ചമച്ചവൻ, പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞു, ഒരുവൻ വരുന്നുണ്ട്, അവന്റെ പേര് ഇമ്മാനുവേൽ. അവൻ ആരാ? അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. ദൈവവൈതലെ, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ഇന്ന് രാത്രി നിന്റെ ദേശത്ത് ഒരുത്തൻ ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ വരെ നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ലായിരുന്നു, പക്ഷെ ഇന്ന് സംസാരിപ്പാൻ നിനക്ക് ആമേൻ യോഹന്നാനേക്കാൾ വലിയവൻ ഇതാ ഇറങ്ങി നിപ്പുണ്ട്. തടവിലാക്കിയ സമയത്ത് ആമേൻ ഒരുത്തനെപ്പോലും ഇടത്തില്ല കേട്ടോ. യോഹന്നാന്റെ തലയെ വെട്ടാൻ പറഞ്ഞവനും, യോഹന്നാന്റെ തലയെ വെട്ടി താലന്തി കൊണ്ടുവന്നവനും, യോഹന്നാന്റെ തലയെ വെട്ടിയവനും, യോഹന്നാന്റെ തലയെ വെട്ടാൻ വാള് കൊടുത്തവനും, അത് പണിത ആശാരിയെയും മൂശാരിയെയും ഒന്നും കർത്താവ് വിട്ടില്ല. അരിച്ചു പറക്കി ആമേൻ ദൈവഭക്തന് നേരെ വിരൽ ചൂണ്ടിയതിനെ അരിച്ചു പറക്കി ദൈവം കാര്യാദികൾ
ക്രമീകരിച്ചെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. നിന്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ അത് ചെറുതല്ല. ആർക്കും അതിനെ ഉടയ്ക്കാൻ കഴിയത്തില്ല. കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേ ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. ആമേ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി, ദൈവത്തിന്റെ മഹത്വത്തിനായി ഇടയപ്രഭുവായിരിക്കുന്ന ഹേരോദാവിന്റെ അകത്തളങ്ങളിൽ, അവന്റെ സിംഹാസനത്തിന്റെ അന്തഃപുരത്തിനകത്ത് ദൈവത്തിന്റെ കരസ്പർശം ഇന്ന് രാത്രി ഇറങ്ങിച്ചെല്ലുമെന്ന്. നീ ദൈവത്തെ ആരാധിക്കുന്ന അഭിഷക്തയാണോ, അഭിഷക്തനാണോ എങ്കിൽ നിനക്ക് വേണ്ടി ഒരുത്തൻ എണീക്കുന്നുണ്ട്. അവന്റെ പേരാണ് ഇമ്മാനുവേൽ, അത്ഭുതമന്ത്രി. ഓ ഹല്ലേലൂയ. അഭിഷക്തന്മാരെ ഭാരപ്പെടണ്ട, അഭിഷക്തന്മാരെ ഭാരപ്പെടണ്ട, അഭിഷക്തന്മാരെ ഭാരപ്പെടണ്ട. ആമേ തടവ് ഇന്ന് രാത്രി തടവിലായത് നല്ലതെന്ന് പറ. യോഹന്നാനെ തല വെട്ടിയത് നല്ലതെന്ന് പറ. ആമേൻ. അവൻ ഉള്ളത് പോലെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ കഴുത്തിന് മുകളിൽ തലയെ വെട്ടി മാറ്റിയെങ്കിലും ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ദൈവം അറിയാതല്ല വന്നത് കേട്ടോ. ദൈവം അറിയാതല്ല വന്നത് കേട്ടോ. ദൈവം അറിയാതല്ല ദൂത് വന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ആമേൻ. എന്തെന്നറിയാമോ അവിടെ ആ വാക്ക് പറഞ്ഞെന്തെന്നറിയാമോ? നോയിക്കേ, അതിൻ്റെ 5-ാമത്തെ വാക്ക് ഒന്ന് വായിച്ചേ. 5-ാമത്തെ വാക്യം പ്രൈസ് ഒന്ന് വായിച്ചേ, അപ്പോഴറിയാൻ പറ്റും. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. കൊല്ലാൻ പേടിക്കുന്നിന്നെ. എത്ര പ്രാവശ്യം വെട്ടോത്തി എടുത്ത വെട്ടാൻ. ഇന്ന് രാത്രി വെട്ടോത്ത് നോക്കിയതാ. നിന്നെ ഞാൻ ചെവിരിലടിച്ച് കൊന്നുകളയെന്നൊക്കെ പറഞ്ഞില്ലേ? പേടിക്കണ്ട കേട്ടോ. ആ ശബ്ദം വലിയ ശബ്ദം വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിൻ്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. ഷുഡമനരഗത ശംഭപരാജകൽക്കനാദി. ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ആരറിഞ്ഞില്ലെങ്കിലും. എത്ര പ്രാവശ്യം ആമ കത്തി ഓങ്ങിയതാ, എത്ര പ്രാവശ്യം കൈ മടക്കിയതാ, എത്ര പ്രാവശ്യം തീർന്നു എന്ന് പറഞ്ഞതാ. അതിൻ്റെ നടുവിൽ നോയിക്കേ, ഇവിടെ ആമേ നോയിക്കേ, ആമേ സ്തോത്രം. അവനെ കൊല്ലാൻ പിടിച്ചു. അവനെ കൊല്ലാൻ പിടിച്ചിരിക്കുക. സ്തോത്രം. ആമേ കൊല്ലാൻ പിടിച്ചപ്പോൾ എന്താ അവിടെ പറഞ്ഞെന്നറിയാമോ? ആമേ സ്തോത്രം. അവനെ കൊല്ലാൻ മനസ്സായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ അവനെ ഭയപ്പെട്ടു. ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടുന്നൊരു ആമേൻ ദിവസമാണ്. നിന്നെ ഭയപ്പെടുന്നത്. ഹല്ലേലൂയ. പലരും നിന്നെ കണ്ട് ഭയപ്പെടാൻ പോകുക. ഓമന സിസ്റ്ററെ, നിങ്ങളെ കണ്ട് ഭയപ്പെടാൻ പോകുക കേട്ടോ. നിങ്ങളൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഇരുളിൻ്റെ ശക്തികൾ കുടുംബത്തിനകത്തുനിന്ന് ദൈവം തുടച്ചു മാറ്റിയിട്ട് ആ കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഇരുളിൻ്റെ ശക്തികളെ ഉണ്ടല്ലോ ദൈവം ഒന്നൊന്നായി പിഴുതെറിയും കേട്ടോ. ആമേൻ സ്തോത്രം. ഭാരപ്പെടണ്ട കേട്ടോ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങളാ. പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാവശ്യം ആമേ രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകല്. ആമേ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഭയപ്പെട്ട്. ആമേൻ സ്തോത്രം. എനിക്ക് അവരോട് സംസാരിച്ച ശരിയാകത്തില്ല, ആമേൻ സംസാരിച്ച എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെട്ടിരിക്കുക കേട്ടോ. നിങ്ങളെ കണ്ടപ്പോൾ ഭയപ്പെട്ടിരിക്കുക കേട്ടോ. ഇന്ന് രാത്രി ഭയപ്പെട്ടിരിക്കുന്ന ഭയത്തിൻ്റെ അതിനകത്ത് നിന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി അത്ഭുതകരമായി അഭിഷക്തയെ ആമേ സ്തോത്രം ദൈവം നിങ്ങളെ ഇന്ന് രാത്രി ഉറപ്പിച്ചിരിക്കുക. സ്തോത്രം. അല്പം മുമ്പേ കരഞ്ഞതും അല്പം മുമ്പേ വിലപിച്ചതും വിഷമിച്ചതും സങ്കടപ്പെട്ടതും ആമേ ഇത് ഈ ഭൂമിയിലുള്ള മനുഷ്യൻ കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം കണ്ട് ആമേൻ അവിടുത്തെ തുരുത്തിയിൽ അത് ശേഖരിച്ച് തക്ക സമയത്ത് മറുപടി തരുന്നൊരു സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി പ്രൗഢപരം ധുനി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം. തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. തെറ്റാണ് നീ ചെയ്യുന്നത് തെറ്റാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ. ആമേൻ സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചേ. ആമേൻ 14-ാമത്തെ അധ്യായത്തിൻ്റെ ആമേൻ സ്തോത്രം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14-ാമത്തെ 7-ാമത്തെ വാക്യം. അതുകൊണ്ട് എന്തു ചോദിച്ചാലും
അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്തു വാക്കുകൊടുത്തു. എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. നല്ലതാ, എന്ത് ചോദിച്ചാലും കൊടുക്കും. ആമേൻ. ഈ ഒരു കാര്യമാണ് പ്രൈസ് ദി ലോർഡ് യോഹന്നാൻ തുറുങ്കിലടയ്ക്കപ്പെടാൻ കാര്യം. ചില കാര്യാദികൾ പരിശുദ്ധാത്മാവ് തരുമ്പോൾ അത് പക്വതയോടെ പിന്നെയും ദൈവസന്നിധി ഞെരുങ്ങി ദൈവത്തോട് ചോദിച്ച് ഒന്നുകൂടെ, കർത്താവേ ഞാനത് പറയണമോ, ഞാൻ പറയണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയണോ? സ്തോത്രം. യോഹന്നാനല്ല നമ്മൾ യോഹന്നാൻ സ്നാപകനല്ല. സ്തോത്രം. ചിലത് പറയാൻ അതരം തുറക്കുമ്പോൾ വളരെ പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതരം ചലിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം ചലിപ്പിക്കുമ്പോൾ വളരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന അഭിഷക്തന്മാരെ അതരം തുറക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ഒരു വാക്യത്തിലേക്ക് വരാം. മാർക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യവും റോമാലേഖനം 1:2. ആദ്യം വായിക്കേണ്ടത് സുവിശേഷം 1:14 എന്ന് വായിച്ചേ. മാർക്കോസ്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഏതാ പ്രസംഗിച്ചെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അകത്തായി എന്നറിഞ്ഞപ്പോൾ സുവിശേഷം നിന്നുപോയില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലേ മിനി അഭിഷേകത്തെ? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മുടെ ജോലി അതാ, പറയാൻ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആമേ, സുവിശേഷത്തിന്റെ തീ ആ പറയുന്ന സ്ഥലത്ത് വീഴും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോയിക്കേ, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താണ് പ്രസംഗം എന്നറിയാമോ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സുവിശേഷത്തിൽ ഇതാരാ പ്രസംഗിക്കേണ്ടത്? ഇത് യോഹന്നാൻ പ്രസംഗിക്കേണ്ട സുവിശേഷമാ. എന്നാൽ അവന്റെ ഡ്യൂട്ടി അവിടെ തീർന്നു എന്ന് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് ആമേൻ ആമേൻ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ആ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട 40 രാവും 40 പകലും യേശു പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആഹാരം വെടിഞ്ഞു, വെള്ളം മാറ്റിവെച്ചു, നല്ല ഉറക്കമില്ല. ഹല്ലേലൂയ. അവൻ കിടക്കാനൊരു കട്ടിലില്ല, കാടല്ലേ. സ്തോത്രം. കൂട്ടുകൂടാൻ അവിടെ ആരുമില്ല. കാട്ടുമൃഗങ്ങൾ, ഇഴയന്തുക്കളിലോ, സർപ്പവും പാമ്പൻ, സ്തോത്രം, കടുവയും പുലിയും കരടിയും ഒക്കെ അല്ലേ അതിനകത്തുള്ളൂ, സിംഹമൊക്കെ, മുള്ളം പന്നി. ആമേ, ഇതെല്ലാം അവിടെ കിടക്കയല്ലേ. പിന്നെ അതിനകത്താ യേശു ഇരുന്ന് 40 രാവും 40 പകലും. പിശാച് കൂടെ ഉണ്ട്, കൂടെ. ഇന്ന് രാത്രി മറന്നു പോകരുത്, ഉപവസിക്കുന്ന അഭിഷക്തന്മാരെ സാത്താന് ഏറ്റവും വെറുപ്പായിട്ടുള്ള കാര്യം നിന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നെ എന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം? ആമേൻ. പ്രാർത്ഥന എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ ഒതുക്കിക്കെട്ടാം? പ്രാർത്ഥിച്ചാൽ പലതും സംഭവിക്കും. നേരത്തെ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്നവനെ ലോകം അറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം അറിയും. പ്രാർത്ഥിക്കുന്നവന്റെ ഫോട്ടോയൊന്നും ഫ്ലക്സ് ബോർഡിൽ വരത്തില്ല, അവനെ ഒന്നും കൺവെൻഷൻ സ്റ്റേജിൽ കയറ്റത്തില്ല. പ്രാർത്ഥന ഇല്ലാത്തവനെ ആമേൻ ലോകം അറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം അറിയും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മനുഷ്യൻ അറിയത്തില്ല. ആമേൻ. നിങ്ങൾ 1000 ശരി ചെയ്യുമ്പോൾ ഒരു തെറ്റ് നിങ്ങളിൽ കണ്ടുപിടിച്ചാൽ അപ്പോഴും നിങ്ങൾ ബ്രേക്ക് ചെയ്യും. അതാണ് മനുഷ്യൻ.
നിങ്ങൾ ചെയ്ത 1000 ശരികളെ ഒരു ചെറിയൊരു തെറ്റ്, ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നിങ്ങളെ അവരെ പൂർണ്ണമായി ഒഴിവാക്കും. സ്തോത്രം. അതാണ് ഈ ലോകം. എന്നാൽ പുസ്തകം പ്രസംഗിക്കുന്ന എന്നെയും നിന്നെയും ദൈവത്തിന്റെ ശബ്ദമായി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ തരണം ചെയ്യുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. എപ്പോഴും ഞാൻ പറയുന്ന ദൈവാത്മാവ് തരുന്ന ദൂതാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്താൽ ഈ ഭൂമിയിലെ മനുഷ്യനെ നോക്കി ചെയ്യരുത് കേട്ടോ. അവർ ചതിക്കും. സ്വർഗത്തെ നോക്കി ചെയ്. ആമേൻ. ഇവിടെ തള്ളിയാലും സ്വർഗം ചേർക്കും. ഹല്ലേലൂയ. ഇവിടെ നമ്മെ തള്ളുമ്പോൾ സ്വർഗം ചേർത്ത് പിടിക്കും. സ്വർഗം ചേർത്ത് പിടിച്ചിട്ടൊരു മോനെ, എടാ അവർ നിന്നെ തള്ളി. ആമേൻ. അതിൽ അപ്പോഴാ ഓർമ്മ വരുന്നത്, പച്ച മരമായ എന്നോട് എത്ര വട്ടമെങ്കിൽ ഉണങ്ങിയ മരമായ നിന്നോട് എത്ര വട്ടം. ഹല്ലേലൂയ. പച്ചമരമായ എന്നോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരമായ നിന്നോട് എത്ര വട്ടം. ശരിയല്ലേ? നമ്മൾ എന്തുമാത്രം പേര് നമ്മളെ പഴിച്ചു. അവർക്ക് ചെയ്തിട്ടുള്ള നന്മകൾ, എന്തുമാത്രം നന്മകൾ ചെയ്തല്ലേ, എന്തുമാത്രം. ഇരുന്ന് വെള്ളം കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നല്ല ഉറക്കം പോലും കിട്ടാതെ ചില വിഷയത്തിന് കയറുന്ന കടും വിഷയത്തിന് കയറുന്ന പ്രാർത്ഥിച്ച് നേടിക്കൊടുത്തപ്പോൾ ചിലപ്പോൾ നമ്മെ ഒരു കറിവേപ്പിന് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ നമ്മെ തൂത്തെറിയും. കേട്ടോ, ആരും ഭാരപ്പെടരുത്, ഇത് സുവിശേഷമാണ്. ഹല്ലേലൂയ. നമ്മൾ ആരെന്നറിയാമോ? നമ്മളെ തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ കാണിക്കുന്നൊരു പച്ച ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചില അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടത്തേക്ക് എറണാകുളത്തേക്ക് ഇത്ര കിലോമീറ്ററാ, കോട്ടയം ഇത്ര, തിരുവല്ല ഇത്ര, കൊട്ടാരക്കര ഇത്ര, ആ നിലമേൽ ഇത്ര എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടില്ലേ? അതാണ് സുവിശേഷകർ. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ലൊക്കേഷൻ കറക്റ്റാണ്, പൊയ്ക്കോളാൻ പറയും. പോയി അവിടെ എത്തി ഏതെങ്കിലും ദിശ തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മെ ബോർഡിനെ നോക്കി പള്ളു പറയുന്നത്. സ്തോത്രം. അതാ ഇന്ന് രാത്രി മനസ്സിലാക്കുക കേട്ടോ. സത്യം എവിടെ, സുവിശേഷം എവിടെ പ്രസംഗിക്കപ്പെട്ടോ, എവിടെയാണോ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയത്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായി ഒരു ശക്തി എണീറ്റിട്ടുണ്ട്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് പറ, നിന്റെ പ്രാർത്ഥനയെ മുടക്കിയ ശക്തിയെ, നിന്റെ ആരാധനയെ മുടക്കിയ ശക്തിയെ, നിന്റെ കുടുംബത്തിനകത്തെ സ്വസ്ഥതയെ കെടുത്തിയ ശക്തിയെ, ദേശത്തിലെ ആഭിചാരത്തെ ഇന്ന് രാത്രി ദൈവം വൈൻഡപ്പ് ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചെയ്തു വന്ന പലതിനെ ശത്രു സ്റ്റോപ്പ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കൂ. എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മെക്കുറിച്ച് സ്വതന്ത്രം ആഗ്രഹിച്ച് അതിൻ്റെതായ വഴികൾ ഓപ്പൺ ചെയ്യുമ്പോൾ ശത്രു അതിൽ കയറി പിടിക്കും. വിടത്തില്ല. ആമേൻ. വിടത്തില്ല. സ്തോത്രം. അതല്ലേ പാട്ടുകാരൻ പാടിയത്? അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. അടുത്ത ഭക്തൻ പാടിയതുണ്ടല്ലോ, ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു സ്തുതിച്ചിടുക. കാക്കയാൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, കാക്കയാൽ പോറ്റുന്ന മാനിക്കുന്ന ഒരു ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എണീറ്റിട്ടുണ്ട്. സ്തോത്രം. ആരെല്ലാം നിന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ആ മേലെടുത്ത് എല്ലാം പ്രാർത്ഥനയിൽ തകരും.
ഹല്ലേലൂയ. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അതൊരു ഹൈന്ദവനാണെങ്കിൽ ക്ഷമിക്കാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റർമാരാ. നീ തെണ്ടിയായി ഈ റോട്ടെ ഇങ്ങനെ അലയും. ഇന്നവരൊന്നും ഭൂമിയുടെ മുഖത്തില്ല കേട്ടോ. സ്തോത്രം. പ്രാഗൽഭ്യത്തോടെ പറയുക, ഇങ്ങനെ അലയും. സ്തോത്രം. ആമേൻ. നിന്റെ ആമേൻ സ്തോത്രം ആരോഗ്യമെല്ലാം ക്ഷയിച്ച്, ആമേൻ നിന്റെ പ്രൗഢിയെല്ലാം കളഞ്ഞ്, നിന്നെ ആമേൻ ഒരു അസ്ഥിമഞ്ചം പോലെ നീ ഇവിടെ കിടന്ന് അലയും, എരന്ന് കിടക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഭയത്തോടെ വേദനയോടെ ഇന്ന് രാത്രി പറയട്ടെ, അതെല്ലാം നിറവേറി. എവിടെയെന്നറിയാമോ? അവരുടെ ഭവനത്തിൽ നിറവേറി. സ്തോത്രം. ആമേൻ. ഈ പുസ്തകം ചുമക്കുന്നവനെ ദൈവം ഒരിക്കലും കളയത്തില്ല കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ഇത് ചുമക്കാൻ ദൈവം എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തെങ്കിലും പാകപ്പുഴ വരുന്നതിന് മുമ്പ് നീ പ്രാണനെ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പറഞ്ഞവരൊന്നും അവരുടെ തലമുറയ്ക്ക് ഇന്ന് അനുഭവിക്കുന്ന കണ്ടാൽ ഭയങ്കര വേദനയാണ്. അവരിൽ നിന്ന് ഭൂമിയിൽ നിപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ച ചരിത്രങ്ങളുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് റീത്ത് വയ്ക്കുമെന്ന് പറഞ്ഞവരുടെ നെഞ്ചത്ത് എനിക്ക് റീത്ത് വയ്ക്കേണ്ടി വന്നു. സ്തോത്രം പറ. ഇന്ന് രാത്രി വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ നിന്നെ വിടത്തില്ല. അവൻ നിന്നെ മേൽക്കുമേൽ അനുഗ്രഹിക്കണമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ അകത്തളം എന്താണോ പറയുന്നത് അതിന്ന് രാത്രി പ്രമാണിക്കാനും പ്രസംഗിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. മണ്ണുവാരി ശപിച്ചവരുണ്ട്, മണ്ണുവാരി. സ്തോത്രം. പക്ഷേ പുസ്തകം എടുത്തതുകൊണ്ട് ഇന്നവരൊന്നും ഭൂമിയുടെ മുഖത്തൊന്നും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. മണ്ണ് വാരിയിടത്തൊന്നും അവരൊന്നും ഇല്ല. ഇന്ന് എല്ലാവരും മണ്ണോട് മണ്ണ് തീർന്നു കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമായിട്ട് ഇന്ന് രാത്രി അനുഭവത്തോടെ പറയാം, ആരെല്ലാം നിന്നെ നോക്കി ശപിച്ചാലും, ആരൊക്കെ നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി നിന്നാലും, ആരൊക്കെ നിന്റെ കുടുംബത്തിന് വിരോധമായി ഉയർന്നാലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, അതിൻ്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തും. ഈ കർത്താവ് ഇന്ന് രാത്രിയിലും അതിശക്തമായി നിന്നെ മാനിക്കുന്ന ദൈവമാണ്. എൻ്റെ മരണം കാണാൻ കൊതിച്ചവൻ, എൻ്റെ ശവപ്പെട്ടി, എൻ്റെ ബോഡി ഇറക്കി വയ്ക്കാൻ നോക്കി കൊതിച്ചിരുന്നവൻ്റെ ബോഡിയെ ഇറക്കി വയ്ക്കാൻ എൻ്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രിയും ജനനവും മരണവും ഒരുത്തൻ കൽപ്പിച്ചിട്ടുണ്ട്. അതേ നടക്കത്തുള്ളൂ. നിന്റെ മരണം കാണാനോ നിന്റെ കുടുംബത്തിന്റെ മരണം കാണാനോ മേൽക്കുമേൽ നീ ആരോഗ്യവതിയായി, നീ മേൽക്കുമേൽ നീ സൗന്ദര്യമുള്ളവനായി മുൻപിലോട്ട് വരുന്നു എന്ന് പലരുമായി കമ്പയർ ചെയ്യുന്ന പലരുമായി കമ്പയർ ചെയ്യുന്ന ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, പലരുമായി നിന്നെ കമ്പയർ ചെയ്യുന്ന വ്യക്തിയുടെ നടുവിൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാ. അത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇന്നെങ്കിലും ഒന്ന് അടങ്ങിക്കൂടെ എന്ന് പറയുന്നില്ലേ, കമ്പയർ ചെയ്യുന്നില്ലേ? നിന്റെ പ്രായമുള്ളവരൊക്കെ ഇപ്പം നടക്കുന്നുണ്ടോ? നീ എന്താ ഇത്ര സൗന്ദര്യവതിയായി പോകുന്ന? എന്താ ഇത്ര സൗന്ദര്യം? എന്താ നിനക്ക് ഇത്ര അഹങ്കാരമെന്ന് ചോദിച്ചവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രി പറ, സ്തോത്രം, ഞാൻ ആമേൻ. അപ്പോൾ പറയാനൊരു വാക്കുണ്ട്, നിന്റെ തന്തയല്ല, പറ എൻ്റെ തന്ത. മിനിസ്റ്ററെ പറ, എടാ നിന്റെ തന്തയല്ല എൻ്റെ തന്ത, എൻ്റെ തന്ത ഉയരത്തിലെയാ. അതുകൊണ്ട് ഞാൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. മേൽക്കുമേൽ സൗന്ദര്യമുള്ളവനായി പറ, ഞാൻ മേൽക്കുമേൽ സൗന്ദര്യമുള്ളവനായി തീരും. അതായത് നമ്മുടെ കർത്താവ് വയസ്സനായി വടിയും പിടിച്ചുരത്തിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിപ്പുറത്ത് വിളിക്കും മുമ്പേ ഹൃദയത്തിൽ നീ സ്തോത്രം പറയും മുമ്പേ നിന്റെ അടുത്ത് വന്ന് നിന്റെ കണ്ണീർ തുടയ്ക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ കമ്പയർ ചെയ്തു, നിന്റെ പ്രായത്തിലുള്ള അവൻ കണ്ടോ വടിയും കുത്തി കിടക്കുന്നേ. ഞാൻ പറഞ്ഞു, പൊന്ന് പാസ്റ്ററെ, അവൻ്റെ തന്തയല്ലേ എൻ്റെ തന്ത.
ഹല്ലേലൂയ. അവന്റെ തന്തയല്ല എന്റെ തന്ത. എന്റെ തന്ത അവൻ ഉയരത്തിലിരിപ്പുണ്ട്. അവൻ സകലത്തെയും മതിയായവനാ. എടി ഓമനെ, നീ കൊള്ളാല്ലോ. ഓരോ ദിവസം കഴിയുന്ന സന്തോഷം നീ സൗന്ദര്യം കൂടി വരുന്നല്ലോടി. എന്തുവാടി നീ ഇങ്ങനെ പോകുന്നേ? അവളെ കണ്ടോ നിന്റെ പ്രായത്തിൽ? അപ്പോഴ പറ, അവന്റെ തന്തയല്ല എന്റെ തന്ത. പരിശുദ്ധാത്മാവിൽ എന്തിനാ? എന്താണ് തങ്ങമ്മ, എന്താ സൗന്ദര്യം, ഇത്ര ആരോഗ്യം. പറയണം കേട്ടോ ആന്റി, അവൻ നിന്റെ തന്ത അല്ലടി എന്റെ തന്ത. എന്റെ തന്ത ഉയരത്തിൽ ഇന്നും ആരോഗ്യവാനായി എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്റെ നടത്തയിലും യാത്രയിലും പോക്കിലും വരവിലും എന്റെ കണ്ണൊന്ന് ചിമ്മിയാൽ, എന്റെ കണ്ണ് ഒന്ന് കലങ്ങിയാൽ, നെഞ്ചൊന്ന് പിടഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉശിരുള്ള ഒരു അപ്പൻ എനിക്കുണ്ട്. പറ, ഇന്ന് രാത്രി ഉശിരുള്ള അപ്പൻ ഏത് സമയത്ത് ഇറങ്ങി വരാം, ഏത് രാത്രിയിലും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു ദൈവദാസനോട്, ദൈവദാസന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിരിക്കുന്നു പാസ്റ്റർ, എല്ലാവരും എൻ്റെ താഴ്ച കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ നിങ്ങൾ പറയണത് എന്താണ്? എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വചനം പറ പാസ്റ്റർ. ഇപ്പോഴും വചനം ഏക്കോ? എൻ്റെ ദൈവവൈതലെ, ഇപ്പോഴാണ് വചനം ഏക്കുന്നത്. വചനം നീ പറഞ്ഞു തുടങ്ങിക്കോ. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. നിന്റെ താഴ്ച കാണാനിരിക്കുന്നതല്ല എൻ്റെ അപ്പൻ. നിന്റെ താഴ്ച നിന്നെ കൈപിടിച്ച് ഉയർത്തുന്നവനാ എൻ്റെ അപ്പൻ. നിന്റെ കുടുംബത്തിനകത്തേമേ അറിയുന്നവനാ എൻ്റെ അപ്പൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലേക്ക് തളിക്കട്ടെ. കൊള്ളാല്ല സതീഷ്, നിന്റെ ഭാര്യ ഇന്നും ചെറുപ്പവറ്റിലിരിക്കുന്നേ. അവളെ പ്രായത്തിൽ മറ്റവളെ നോക്ക്. പറ, നിന്റെ തന്തയല്ല എൻ്റെ തന്ത. എൻ്റെ തന്ത ഇന്ന് രാത്രി അവൻ ബലവാനായിരിക്കുകയാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ബലവാനായിരിക്കുകയാൽ എൻ്റെ ജീവിതത്തിനകത്ത് ഓരോ കടനങ്ങളും ദൈവം അറിയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യാദികളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ അപ്പനെ ഒന്ന് വിളിക്കാൻ, പ്രൈസ് ദി ലോർഡ്, ആ ഡാഡിയെ ഒന്ന് വിളിക്കാൻ, കർത്താവിനെ ഒന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറായിക്കോ. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും. ഹല്ലേലൂയ. ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ല കേട്ടോ. വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഴ്ത്തത്വം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ. അപ്പൊ നമ്മൾ ആരാ? പറ. ഇപ്പൊ പ്രഭസിച്ചിരിക്കുന്ന വീട്ടിന് 4 ചുറ്റും ഇഷ്ടം പോലെ ജനമുണ്ട്, പക്ഷെ വിളിക്കപ്പെട്ടിട്ടില്ല. ആമേൻ. മിനി അഭിഷേകത്തിരിക്കുന്ന വീട്ടിന് 4 ചുറ്റും എനിക്കറിയാം ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതിനകത്ത് തിരുവചനം പഠിക്കാൻ വിളിക്കപ്പെട്ട എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, ഒരാൾ പോലും ഇല്ല. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവർ, ഈ വീടുകളിൽ ചുറ്റും നിങ്ങൾ നോക്കിയാൽ ഇഷ്ടം പോലെ ജനമുള്ള, ആരോഗ്യമുള്ളവർ, പണമുള്ളവർ, വിദ്യാസമ്പന്നർ, പക്ഷെ വചനം പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ എപ്പോഴാ വിളിച്ചത്? മുൻപ് തന്നെ. എപ്പോഴാ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മുൻകൂട്ടി. എപ്പോഴാ? നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ്. ആമേൻ. വിശുദ്ധ രേഖകളിൽ അന്നേ എഴുതി പിടിപ്പിച്ചു
ഇന്ന സ്ഥലത്ത് നീ പഠിക്കും, ഇന്ന നിലയിൽ നീ മുമ്പിലോട്ട് വരും എന്നുള്ള കാര്യം ഇപ്പോൾ സംഭവിച്ചതല്ല. പണ്ടേ തന്നെ അത് വ്യക്തമായി അറിയണമെങ്കിൽ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, പണ്ട് തന്നെ ദൈവം മുൻകൂട്ടി വിഭാഗിച്ചിരിക്കുന്നതും ആമേൻ വാഴ്ത്തത്ത ഭൂമിയായിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ചില പ്രവചന ശബ്ദങ്ങളും ചില വാഴ്ത്തത്വങ്ങളും അത് ഇന്നതല്ല, പണ്ട് നാം ജനിക്കും മുമ്പേ, നമ്മുടെ അപ്പൻ ജനിക്കും മുമ്പേ, ആമേ കുടുംബങ്ങൾ ജനിക്കും മുമ്പേ, 2000 തലമുറകൾക്ക് അപ്പുറം, 2500 തലമുറകൾക്ക് അപ്പുറം ആമേ ഒരുവൻ ജീവിച്ചിരുന്നു. അന്ന് ആരാധനയിലും ദൂതന്മാരും ഉണ്ടായിരുന്നു. അതിനു മുൻപേ നിയമിക്കപ്പെട്ടവൻ, വിളിച്ചവൻ, വിശുദ്ധീകരിച്ചവൻ, വാഴ്ത്തത്വങ്ങളെ പകർന്നവൻ, ഇന്നും വാഴ്ത്തത്വങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നവൻ വിളിച്ചു പറയുന്നു, അന്ന് നിന്നെ വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തലമുറകൾ കഴിഞ്ഞു, അനേക ആമേ സ്തോത്രം തലമുറ കഴിഞ്ഞു പോയി. പക്ഷേ വാഴ്ത്തത്വം നിറവേറിയേ പറ്റൂ. നമ്മളിൽ വച്ചിരിക്കുന്ന വാഴ്ത്തത്വം നിറവേറിയേ പറ്റൂ. ഹല്ലേലൂയ. അതാ ഇവിടെ പറഞ്ഞത്. ആമേൻ. ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പോ പൗലോസിനെ ഈ പേര് കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ, അല്പനിമിഷം ആയതേ ഉള്ളൂ ഈ പേര് കിട്ടിയിട്ട്. അതിനു മുമ്പേ അവൻ ആരായിരുന്നറിയാം? ശൗൽ. മനുഷ്യനെ പിടിക്കുന്നവൻ, മനുഷ്യനെ കൊല്ലുന്നവൻ, പള്ളി പൊളിക്കുന്നവൻ, സഭകളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്നവൻ, അവൻ ഭീകരനായിരുന്നു, അവൻ വലിയ ഒരു ശത്രുവായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നോഹം അവൻ്റെ തോളിൽ വെച്ച് കൊടുത്തു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ദൈവത്തിന് വിരോധമായി ഒരായുധവും വരത്തില്ലപ്പ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട നമ്മൾ മുട്ടുമടക്ക് പ്രാർത്ഥനയ്ക്ക് മടുത്തിരിക്കുക, പ്രാർത്ഥിച്ച് മടുത്തിരിക്കുക. കാരണം ഈ 12-ാം അധ്യായം, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12, അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 4:11. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അതുവരെ പിശാച് ഉണ്ടായിരുന്നു. ആമേൻ. പിശാച് ഒത്തിരി പരീക്ഷിച്ചു കേട്ടോ, ഒത്തിരി. യേശുവിനെയും തൻ്റെ പിതാവിനെയും തമ്മിൽ തെറ്റിക്കാൻ വരെ നോക്കി. ഹല്ലേലൂയ. എന്തെല്ലാം പദ്ധതികൾ. ആമേൻ. ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്, ഈ കല്ലിനോട് നീ പറ അപ്പമായി വരാൻ. നിനക്ക് വല്ല വിശപ്പ് കാണുമല്ലോ, ഇവിടെ ഒന്നും കടയൊന്നുമില്ല, നിന്റെ ആഹാരം രാജകീയ ആഹാരമല്ലേ, രാജാവല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ കൊണ്ട് ഉയരമുള്ളൊരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, നീ നോക്ക്, എന്തൊരു ഭംഗിയല്ലേ, ഇതെല്ലാം തരാം, നിനക്ക് തരാം. ആപ്പിൾ തോട്ടവും ഓറഞ്ച് തോട്ടവും മുന്തിരിത്തോട്ടവും ചീരത്തോട്ടവും ആകുന്ന ബിൽഡിങ്ങുകളും ആ മലയും ഈ മലയും അപ്പുറത്തെ മലയും എല്ലാം തരാം. പക്ഷെ ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി, നീ ഒന്ന് വന്നിച്ചേ. ഹല്ലേലൂയ. എല്ലാം അങ്ങ് പറഞ്ഞു. ഇതുപോലെ ഇപ്പോഴും എല്ലാം തരാം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എല്ലാം തരാമെന്നേ. സാത്താൻ ഭയങ്കരമായി കേട്ടോ തെറ്റിച്ച് കളയും, പ്രാർത്ഥനയെ മുടങ്ങിക്കളയും, പ്രാർത്ഥനയെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെ ഉടച്ചു കളയും, നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ബൈബിൾ എടുക്കുമ്പോഴേ ഉറക്കം വരും. സ്തോത്രം. എന്നോട് കഴിഞ്ഞ ദിവസം ബിന്ദു സിസ്റ്റർ പറഞ്ഞു, പാസ് എന്നെ പ്രാർത്ഥിക്കാതെന്ന് പറയരുത്, എനിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കും കേട്ടോ ബിന്ദു സിസ്റ്റർക്ക് വേണ്ടി. സ്തോത്രം. പ്രാർത്ഥിക്കുക മാത്രമാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, മുഴങ്കാലിൽ നിന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ മുഴങ്കാലം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പ്രാർത്ഥനയില്ല, മുഴങ്കാലും ഇല്ല. ആമേൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ആഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പാസ്റ്റർമാർ പറയും പോലെ. ആമേ. കോശവതി സാർ പറഞ്ഞു, പിടിച്ചു വെച്ച് കൈ കിട്ടത്തില്ല, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ, പേര് പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗം അറിയുന്നു. ഇതൊക്കെ എന്നേക്കെ രക്ഷപ്പെട്ടു പോയതിനെ എന്ന് നേരെ ഒന്ന് പ്രാർത്ഥിച്ചെങ്കിൽ. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ 4 പേരെ സ്നാനപ്പെടുത്തുമ്പോഴേ ഒരു രസമായിരുന്നു. ആമേൻ.
അന്നൊക്കെ അച്ചൊക്കെ ഇരുന്ന് ഇരിപ്പ് കാണണം, ചെറിയ ഉള്ളുവായിരുന്നു. ഇവരൊക്കെ എണ്ണയിൽ പൂശിക്കൊണ്ട് സ്നാനപ്പെടുത്തുമ്പോഴേ ആറ്റിലൊക്കെ ഇറക്കി ഇവരെ 4 പേരെ സ്നാനപ്പെടുത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇവർ 4 പേരെയും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന ഒരു സുദിനം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്നും അതവരെ വിട്ടുപോയിട്ടില്ല. പ്രാർത്ഥന അല്പം ബാക്കിലോട്ടെന്നേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി ശത്രു യേശുവിൻ്റെ പിന്നാലെ, ശ്രദ്ധിച്ച് 7-ാമത്തെ വാക്യം, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. സാത്താൻ ആമേൻ. ഒരു ചർച്ചിൽ സാത്താൻ ഇളകി, എൻ്റെ പിറകെ നാളിനെ കാണാനില്ലായിരുന്നു, ഇറങ്ങി ഓടിക്കളഞ്ഞു. സ്തോത്രം. ആമേൻ. ഇത്രയുള്ള ഒരു സഹോദരി ഇത്രയും പൊക്കത്തിൽ നിൽക്കുക, എൻ്റെ പിറകെ നോക്കിയപ്പോൾ ആളിനെ കാണാനില്ല, ഇറങ്ങി ഓടിക്കളഞ്ഞു. ആമേൻ. സ്തോത്രം. അപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നെടുക്കും ആൾക്കാരെ. 4 അടി ഉള്ള ഒരു വ്യക്തിയെ ആമേൻ അതിൻ്റെ 10 മടങ്ങ് ഹൈറ്റിലാക്കാൻ സാത്താന് കഴിയും. സ്തോത്രം. നിങ്ങൾക്കാർക്കെങ്കിലും പെരുവിരൽ നിൽക്കാൻ പറ്റുമോ? പെരുവിരൽ കുത്തി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ സാത്താൻ ഉണ്ടെങ്കിൽ പെരുവിരൽ കുത്തി എത്ര മണിക്കൂറോട് നിൽക്കും. സ്തോത്രം. സാത്താക്കത്തിരുന്ന് പെരുവിരൽ നിൽക്കുക കർത്തദാസി. എന്നാൽ അവർക്ക് അഭിഷേകമുണ്ട്, വെളിപ്പാടുണ്ട്, കൃപാവരമുണ്ട്, ദൂതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അകത്ത് ഭൂതം ഇരിക്കുക. ഹല്ലേലൂയ. ഈ ഭൂതം ഇവരെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, ഹല്ലേലൂയ, അവരുടെ സ്വഭാവം മാറി, ശൈലികൾ മാറി, സംസാരങ്ങൾ മാറി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സാത്താന്റെ തന്ത്രങ്ങളെ ഇന്ന് രാത്രി നമ്മൾ അറിയണം. നോക്കിക്കേ, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, ആമേൻ, എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കി, അത് പ്രവാചകന്മാർ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് യേശു കർത്താവ് ആമേ ശത്രുവിന് നേരെ അടിച്ചത്. നോക്കിക്കേ, ആമേ യെശയ്യാവിന്റെ പുസ്തകം 7:12, ആവർത്തന പുസ്തകം 6:16, ആമേൻ മത്തായി 4:4 മുതൽ ആമേൻ 10 വരെ നിങ്ങൾ വായിക്കുമ്പോഴും അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ രേഖ എന്ന പ്രമാണങ്ങളും ആഴത്തിൽ കിടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അരുളപ്പാടുകളും ശത്രു ചികഞ്ഞെടുത്ത് അതിനകത്തുനിന്ന് യേശുവിനെ പെടുത്തിക്കളയാൻ 40 രാത്രിയും 40 പകലും യേശുവിന്റെ പിന്നാലെ തിരിഞ്ഞു. എന്നാൽ സ്വഭാവം മാറാൻ പോകുക. വായിച്ചേ, ആമേ റോമാലേഖനം 15:15, റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ എന്താ വായിച്ചത്? 15:15. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചതുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്ത് മാത്രമല്ല ഇവിടെ പറയുന്നത്, എങ്കിലും ജാതികൾ എന്നെ വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു. എങ്ങനെ? പൗലോസ് പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്തു? വിശുദ്ധീകരിക്കപ്പെടുത്തി ജാതികളിൽ നിന്ന് പുറത്തെടുക്കുക. അതാണ് പൗലോസിന് ഒരു പേര് വന്നത്, ജാതികളുടെ അപ്പോസ്തലൻ. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ, പേരൊന്നും പറയുന്നില്ല, പറഞ്ഞത് ഇങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, പൊങ്കാലയ്ക്ക് പോകുന്ന കുഴപ്പമൊന്നുമില്ല, പൊങ്കാലയ്ക്ക് പോയിട്ട് നമുക്ക് പൊങ്കാലയ്ക്ക് കഴിക്കാം. കാരണം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ജാതികളുടെ അപ്പോസ്തലൻ എന്ന്. പൗലോസ് പോയിരുന്നില്ലേ? എൻ്റെ ദൈവമേ, പഠിച്ച് പാസ്റ്റർമാരൊക്കെ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളതൊക്കെ സാഹസികം കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പിന്നെ പൊന്ന് ദൈവത അപ്പം പറയല്ലേ, അവിടെ ഈ പള്ളി എൻ്റെ കർത്താവെ പൂത കയറി എല്ലാം കയറി അടഞ്ഞിരിക്കുക, തിന്നാലും കുഴപ്പമില്ല. ജാതികളുടെ അപ്പോസ്തലൻ എന്നല്ലേ പൗലോസിന് പറയുന്നത്. എൻ്റെ പൊന്ന് ദൈവവേദന, അതല്ല വിഷയം. ജാതികളുടെ ഇടയിൽ പോയി അവരുടെ സമയത്തിനനുസരിച്ച് പൗലോസ് ഇരുന്ന് സുവിശേഷം പറഞ്ഞു. അല്ലാതെ അവർ കഴിച്ചതൊന്നും എടുത്ത് കഴിച്ചെന്ന് പറയുന്നില്ല ഇവിടെ. സ്തോത്രം. ഇല്ല, പിന്നെ അഭിഷേകത്തെ വർഷങ്ങളോട് ശുശ്രൂഷ ചെയ്തിരിക്കുന്നവരാ. ആമേൻ. ജാതികളുടെ ഇടയിൽ ഞാൻ പറയട്ടെ, ആമേൻ, ഇന്നിപ്പോ പ്രൈസ് ദി ലോർഡ്, പ്രൊഫസർ പറയുക, നമ്മളെ അമ്പലത്തിലേക്ക് പോകുന്നവരാ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് താമസിച്ച് വന്നാൽ മതി. ഓക്കെ സിസ്റ്റർ പറയും, ഓക്കെ ഞാൻ വന്നോളാം.
പോകുമ്പോൾ ആമേൻ നല്ല ആഹാരം എല്ലാം കഴിച്ച് സിസ്റ്റർ ബലപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോവുക സുവിശേഷം പറയാൻ. അവിടെ ചെല്ലുമ്പോൾ സുവിശേഷം പറയാനൊന്നും പറ്റില്ല. അവർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? കേട്ടുകൊണ്ടേയിരിക്കണം. സ്വതന്ത്രം പറ. ആമേ ഒരു ദിവസമല്ല കേട്ടോ. ഞങ്ങളൊക്കെ ഹൈറേഞ്ചിലൊക്കെ പോകുമ്പോഴേ ഞങ്ങളിപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ പോകുന്നത്. ഇപ്പം ബാഗിനകത്ത് ചോറെല്ലാം കെട്ടി മുറുകത്തിങ്ങനെ ബാഗും തൂക്കി ഇങ്ങനെ പോവുക. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന വേഗത്തിൽ അവർ പറയുന്ന ചിലപ്പോൾ ഒരു 3-4 മാസം അവർ പറഞ്ഞ് തീരും. ഒരു വീട്ടിൽ എൻ്റെ പൊന്നഭിഷിക്തന്മാരെ 4 മാസം പറഞ്ഞു അവരനുഭവം. ഞങ്ങൾ പോയി ഇരുന്ന് കേട്ടു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കേട്ടു. എന്നാൽ കൃപയാൽ 10ാമത്തെ മാസമായപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ ഇറക്കി സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കത്തില്ല. അത് പൗലൂസ് അവരുടെ ഇടയിൽ പോയിരുന്നു. അവരപ്പോഴും എന്തെല്ലാം ജോലി ചെയ്തോണ്ടിരിക്കുന്ന അറിയാമോ? അവര് പൂജകൾ ചെയ്യുന്നവരുണ്ട്, അവര് വിഗ്രഹങ്ങളെ കഴുകുന്നവരുണ്ട്, അവര് പല നിലയിൽ ചെയ്യുന്നവരുണ്ട്. അവരുടെ ഇടയിൽ പോയി ഇരുന്നിട്ട് സുവിശേഷം പറയാതിരിക്കുമ്പോൾ പൗലൂസിന് പറയാൻ അനുവദിക്കാതെ അവരുടെ കാര്യങ്ങൾ പൗലൂസിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. പക്ഷെ പൗലൂസ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹൃദയത്തിനകത്തളങ്ങളിൽ രക്തത്താൽ ജയമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പൗലൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നത്തെ ഇതിൽ കാണാൻ കഴിയുന്നത് പട്ടണം മുഴുവനും യേശുവിനെ അറിയാൻ തുടങ്ങി. ആദ്യത്തെ ക്രിസ്ത്യാനികളെന്ന് അന്ത്യോക്യ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു. ക്രിസ്ത്യാനികളുടെ കൂട്ടം അന്ത്യോക്യയിൽ ആദ്യത്തെ പേര് ക്രിസ്ത്യാനിത്വമെന്ന് വന്നത് പൗലോസിന്റെ ഈ മിഷണറി യാത്രയുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ ദൈവകുഞ്ഞെ സുവിശേഷം വാരി അറിയാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് തൊടും. ഹല്ലേലൂയ. ഒന്നും വൃഥാവല്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ സ്തോത്രം, ഒന്നും വൃഥാവല്ല. നോയിക്കേ, പ്രൈസ്. ഞാൻ ദൈവത്തിന്റെ സുവിശേഷഘോഷണം പുരോഹിതനായി അനുഷ്ഠിക്കൊണ്ട് ജാതികൾ ക്രിസ്തു യേശുവിന്റെ സ്തോത്രം ശുശ്രൂഷകനായി ഇരിക്കേണ്ടതിന് എല്ലാം കൂടെ അവനെ പൗലൂസിനങ്ങ് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എവരുടെ ഇടയിൽ പൗലൂസ് രാജാവായിരിക്കുക. ആമേൻ. പൗലൂസ് ചെല്ലുമ്പോൾ ഇവർക്ക് സമാധാനമുണ്ട്. ദുരാത്മാവല്ല അടങ്ങിയിരിക്കും പൗലൂസ് ഇരിക്കുമ്പോൾ. പൗലൂസ് പോകും, പിന്നെ ദുരാത്മാവ് പൊങ്ങും. ഇന്ന് രാത്രി നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ കഴിവതും ആഹാരം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ വീടുകളിൽ പോയിരുന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ അവരെ സമയത്തിന് വിളിച്ച് പോയിരുന്നൊന്ന് സ്തോത്രം പറയുന്നേ. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ്, 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, അര മിനിറ്റെങ്കിൽ അര മിനിറ്റ്. ഒരാൾ ഒരു വീട്ടിൽ നമ്മൾ കാൽ ചവിട്ടാൻ വാതിൽ തുറന്നു തന്നാൽ അതിനകത്ത് ക്രിസ്തുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം വീട്ടിനകത്ത് പ്രവർത്തിക്കേണ്ട സകലതും ദൈവം പ്രവർത്തിച്ച് നിങ്ങളുടെ കരങ്ങളിൽ തരും. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് രാത്രി തീർന്നിട്ടില്ല. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഒരു അധ്യായം കൂടെ വായിച്ചേ. 3-ാം അധ്യായം 22-ാം വാക്യം. 3-ാം അധ്യായം 22-ാം വാക്യം. റോമർ 3:22 കൂടെ ഒന്ന് വായിച്ചു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആമേൻ. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ നാവാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അത് പറഞ്ഞ് നിർത്തുകയാണ്. ബാക്കിയുള്ള ഭാഗം നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി